ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബൂളിയൻ ഓൾജിബ്രയെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മളുടെ ഈ ചാപ്റ്ററിലെ പുതിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ബൂളിയൻ ഓൾജിബ്ര. അപ്പോൾ ബൂളിയൻ ഓൾജിബ്ര എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ലോജിക്കലി ആൻസർ പറയാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസുകളുണ്ട് അല്ലേ. യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനുകളോ ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ ഈ യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഈ വാല്യൂസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ട്രൂ ആൻഡ് ഫോൾസ് എന്നാണ്. ഇപ്പോൾ യെസ് എന്നാണെന്നുണ്ടെങ്കിൽ അതിനെ ട്രൂ എന്നും നോ എന്നാണെങ്കിൽ ഫോൾസ് എന്നുമായിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഈ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ഈ രണ്ട് വാല്യൂസിനും പർട്ടിക്കുലർ നമുക്കൊരു വാരിയബിൾസ് ഉണ്ട്. അതായത് ട്രൂ ആണെങ്കിൽ നമ്മൾ അതിന് 1 എന്നാണ് കൺസിഡർ ചെയ്യുന്നത്, ഫോൾസ് ആണെങ്കിൽ 0 എന്നും. ട്രൂവിന് 1ഉം ഫോൾസിന് 0 എന്നും. അതുപോലെ ഈ 1ഉം 0യും വെച്ചിട്ട് നമ്മൾ റീസണിങ് ചെയ്യുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനുകൾ അല്ലേ, അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്നൊരു ടോപ്പിക്ക്. അപ്പോൾ ഈ 1, 0 എന്ന് പറയുന്ന ഈ രണ്ട് വാല്യൂസിനെയാണ് നമ്മൾ ബൂളിയൻ വാരിയബിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ബൂളിയൻ ഓൾജിബ്ര എന്താന്ന് പറയുന്നുണ്ട്. Boolean algebra is the algebra of logic, which is a part of mathematical algebra that deals with the operations on variables that represents the values 1 and 0. ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് മാത്തമാറ്റിക്കൽ ഓൾജിബ്ര പോലെയാണ്. അതായത് നമ്മൾ ഈ 1ഉം 0യും മാത്രം ഉള്ള വാല്യൂസിനെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഓപ്പറേഷൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ ഒരു ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യനുകളോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളോ തന്നിട്ടുണ്ട്. ബൈനറി വാല്യൂസ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ, ഷുഡ് ഐ ടേക്ക് എൻ അംബ്രല, ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഷുഡ് ഐ ടേക്ക് എൻ അംബ്രല എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, യെസ് അല്ലെങ്കിൽ നോ എന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, വിൽ യു ഗിവ് മീ യുവർ പെൻ അല്ലേ. വിൽ യു ഗിവ് മീ യുവർ പെൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാൻ പറ്റും. അവിടെ നമുക്ക് എന്താണ് ആൻസർ ആയിട്ട് യെസ് ഓർ നോ മാത്രമേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് ജോർജ് ബൂൾ വാസ് എ ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ. ജോർജ് ബൂൾ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ ആണ്. അത് യെസ് ആണെന്നുണ്ടെങ്കിൽ യെസ് എന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോ എന്നും പറയാൻ പറ്റും. പിന്നെ കേരള ഇസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അതും എന്താണ്, യെസ് അല്ലെങ്കിൽ നോ എന്ന് നമുക്ക് പറയാൻ പറ്റും. വൈ വർ യു ആബ്സെന്റ് യെസ്റ്റർഡേ, നീ എന്തുകൊണ്ടാണ് ഇന്നലെ വരാതിരുന്നത് അല്ലെങ്കിൽ ആബ്സെന്റ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യെസ് ഓർ നോ പറയാൻ പറ്റുമോ, ഇല്ല, നമുക്കൊരു റീസൺ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ യെസ് ഓർ നോ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് ചോദിക്കുന്നത് എന്താ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ബൂളിയൻ ഓൾജിബ്ര. ബൂളിയൻ ഓൾജിബ്രയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, നമുക്ക് അവിടെ യെസ് ഓർ നോ പറയാൻ പറ്റുമോ, ഇല്ല, നമുക്ക് ആ ഒപ്പീനിയൻ എന്താണെന്ന് പറയണം അല്ലേ. അപ്പോൾ ഇവിടെ കണ്ടോ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസുകളോ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സോ ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഓപ്പറേഷൻസുകളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ യെസ്സും നോവും എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. യെസ്സിന് ട്രൂ വാല്യൂ ആണ്, നോ എന്ന് പറയുന്നത് ഫോൾസ് വാല്യൂ ആണ്. ട്രൂവിന് നമ്മൾ 1ഉം ഫോൾസിന് നമ്മൾ 0 ആണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 1ഉം 0യും മാത്രം യൂസ് ചെയ്തിട്ടുള്ളൊരു ഓപ്പറേഷൻസ് ആണ് ഈ ഒരു ബൂളിയൻ ഓൾജിബ്രയിലുള്ളത്. ഈ 1ഉം 0യും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ബൂളിയൻ വാരിയബിൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, നമുക്കതുപോലെ തന്നെ ബൂളിയൻ ഓൾജിബ്രയിൽ 1ഉം 0യും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ അവരെ യൂസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും കൂടുതലുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ഈ ബൂളിയൻ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഓപ്പറേഷൻസ് 3 ഓപ്പറേഷൻസ് ഉണ്ട്, ബൂളിയൻ ഓൾജിബ്ര ബൂളിയൻ ഓപ്പറേഷൻസ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയുള്ളത്, ഒന്ന് ഓർ ഓപ്പറേഷൻ. ഓർ എന്ന് പറയുന്നത് എന്താ, ലോജിക്കൽ അഡീഷൻ ആണ്. നെക്സ്റ്റ് ആൻഡ് ഓപ്പറേഷൻ, അതെന്താ, ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ. നെക്സ്റ്റ് എന്താ, നോട്ട് ഓപ്പറേഷൻ, അതെന്താ, ലോജിക്കൽ നെഗേഷൻ. ഇത്രയും 3 ഓപ്പറേഷൻസ് ആണ് നമുക്ക് ഈ ബൂളിയൻ ഓൾജിബ്രയിൽ പഠിക്കാനുള്ളത്. ഓർ, ആൻഡ്, നോട്ട്. ലോജിക്കൽ അഡീഷൻ, ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ, ലോജിക്കൽ നെഗേഷൻ. 3ഉം എന്താണെന്നും അതിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഓപ്പറേഷൻസ് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ 3 ഓപ്പറേഷൻസിലും ഗേറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്, അതെങ്ങനെയാണെന്നൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ലോജിക്കൽ ഗേറ്റ് എന്താന്ന് പറയുന്നുണ്ട് അല്ലേ. എ ലോജിക്കൽ ഗേറ്റ് ഈസ് എ ഫിസിക്കൽ ഡിവൈസ് ദാറ്റ് ക്യാൻ പെർഫോം ലോജിക്കൽ ഓപ്പറേഷൻസ് ഓൺ 1 or more ലോജിക്കൽ ഇൻപുട്സ് ആൻഡ് പ്രൊഡ്യൂസ് എ സിംഗിൾ ലോജിക്കൽ ഔട്ട്പുട്ട്. അതായത് ലോജിക്കൽ ഓപ്പറേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫിസിക്കൽ ഡിവൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതായത് ആ ഒരു ഓപ്പറേഷനെ നമ്മൾ ഒരു ഫിസിക്കൽ ഡിവൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അവിടെ എന്താണ്, കുറച്ച് ഇൻപുട്ടുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ
ഔട്ട്പുട്ടുകളും ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി എന്താണ് ഓർ ഓപ്പറേഷൻ, അതിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ, അതിൻ്റെ ഗേറ്റ്, അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താ ഓർ ഓപ്പറേറ്റർ ആൻഡ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത്? ഓർ ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കാം. The OR operator performs the logical addition and the symbol used for this operation is plus. അല്ലേ? ഓർ ഓപ്പറേറ്റർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ലോജിക്കൽ അഡീഷൻ ആണ് അല്ലേ. അപ്പോൾ ലോജിക്കൽ അഡീഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഈ ഓപ്പറേറ്ററാണ് ഈ ഓർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർ ഓപ്പറേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്? പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് എന്ന് എഴുതിയത് എന്താണ്? ഓർ ഓപ്പറേറ്റർ ആണ്. ഇനി എന്താ പറയുന്നത്? ദ എക്സ്പ്രഷൻ എ പ്ലസ് ബി ഈസ് റീഡ് ആസ് എ ഓർ ബി അല്ലേ. അതായത് നമ്മൾ ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ എങ്ങനെ എഴുതുക? പ്ലസ് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എ പ്ലസ് ബി അല്ലേ, അങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ എ പ്ലസ് ബി എന്ന് എഴുതുന്നതിന് നമ്മൾ എന്താണ് ശരിക്കും വായിക്കുക ഓർ ഓപ്പറേഷനിൽ? എ ഓർ ബി. അതായത് പ്ലസിനെ നമ്മൾ ഓർ ഓപ്പറേറ്റർ ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്ലസിനെ എപ്പോഴും ഓർ ആയിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ എ പ്ലസ് ബി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ശരിക്കും എങ്ങനെയാണ് വായിക്കുക? എ ഓർ ബി. ഇനി എ ഓർ ബി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനിൽ എങ്ങനെയാണ് നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ? ഇഫ് എനി വൺ ഓഫ് ദി ഇൻപുട്ട് ഈസ് 1 ദ ഔട്ട്പുട്ട് വിൽ ബി 1 അല്ലേ. ഇപ്പോൾ കുറേ ഇൻപുട്ടുകളുണ്ട്. ഇവിടെ എന്തുണ്ട്? എ പ്ലസ് ബി എന്ന് പറയുന്നതിൽ എത്ര ഇൻപുട്ട് ഉണ്ട്? 2 ഇൻപുട്ട് ഉണ്ട് അല്ലേ, എയും ബിയും അല്ലേ. അപ്പോൾ ഈ എയും ബിയിലും നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂസ് ഏതാ? 0 അല്ലെങ്കിൽ 1 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയി കഴിഞ്ഞാൽ ഓർ ഓപ്പറേഷനിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതാണ് ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഓർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ലോജിക്കൽ അഡീഷൻ ആണ്. അവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ അല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറയുന്നത് പ്ലസ് ആണ്. പിന്നെ എ പ്ലസ് ബി എന്നൊരു ഓപ്പറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന് ശരിക്കും നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എ ഓർ ബി എന്നാണ്. അതിൽ ഒരു ഇൻപുട്ട് 1 ആയി കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായാലും 1 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ട്രൂത്ത് ടേബിളാണ്. എങ്ങനെയാണ് ഈ ഓർ ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കാം. ട്രൂത്ത് ടേബിളിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരു ടേബിൾ വരയ്ക്കുക. എ ബി എ ഓർ ബി ഇങ്ങനൊരു ടേബിളായിട്ട് വരയ്ക്കുകയാണ്. ഇനി വാല്യൂസൊക്കെ നമ്മൾ എഴുതുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്ന വാല്യൂ 0 0 0 0 ഓർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താ? 0 0യും 1ഉം ഓർ ചെയ്യുമ്പോൾ 1 1ഉം 0യും ഓർ ചെയ്യുമ്പോൾ 1 1ഉം 1ഉം ഓർ ചെയ്യുമ്പോൾ എന്താ വരിക? 1ഉം 1ഉം ഓർ ചെയ്യുമ്പോൾ 1. ഇവിടെ എന്താ നമുക്ക് പറയുന്നത്? ഇവിടെ നമ്മൾ ആദ്യം 2 0 എടുത്തു. 2 0 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 0 ആണ് വരിക അല്ലേ. നെക്സ്റ്റ് 0യും 1ഉം എടുത്തു. 0യും 1ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 1 ആണ് വരിക. 1ഉം 0യും എടുത്തു. 1ഉം 0യും എടുത്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 1 ആണ് വരിക. നെക്സ്റ്റ് എടുക്കുക 1ഉം 1ഉം എടുത്തു. അതായത് രണ്ടും എന്താണ്? ട്രൂ ആണ്. രണ്ടും ട്രൂ ആയി കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയേ, ഇൻപുട്ടുകൾ എടുക്കുക. ഇൻപുട്ട് ഏതാ? ആദ്യത്തേൽ 0യും 0യും ആണ് അല്ലേ. ആദ്യത്തെ 0യും 0യും അതിലെന്താണ്? 1 ഇല്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി ഔട്ട്പുട്ട് 0 ആയി. രണ്ടാമത്തേൽ എടുക്കുക 0യും 1ഉം. ഒരെണ്ണം ട്രൂ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഒരെണ്ണം 1 ആണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താണ്? 1 ആണ്. അടുത്തെടുക്കുക 1ഉം 0യും. ഒരെണ്ണം 1 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അടുത്തെടുക്കുക 1ഉം 1ഉം. അതിൽ രണ്ടും 1 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്താണ്? 1 ആണ്. ഇതാണ് നമ്മൾ തേർഡ് പോയിന്റ് പറഞ്ഞത്. ഇഫ് എനി വൺ ഓഫ് ദി ഇൻപുട്ട് ഈസ് 1 ദ ഔട്ട്പുട്ട് വിൽ ബി 1. ഇൻപുട്ടുകൾ എത്രയോ ഉണ്ടായിക്കോട്ടെ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം 1 ആയി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതാണ് ലോജിക്കൽ അഡീഷൻ, അതായത് ഓർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓർ ഗേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഓർ ഗേറ്റ് എങ്ങനെയാണ്? നമ്മൾ ആദ്യം 2 ഇൻപുട്ട് വരയ്ക്കുന്നു. അത് എയും ബിയും ആയിട്ട് വരയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ സിമ്പിൾ വരയ്ക്കുക. ഇങ്ങനെയാണ് ഓർ ഗേറ്റ്. എന്നിട്ട് അവിടെ എ ഓർ ബി എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് എന്താണ് ആൻഡ് ഓപ്പറേറ്റർ? ആൻഡ് ഓപ്പറേറ്റർ ആൻഡ് ഗേറ്റ് എന്താന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നോക്കുക? ആൻഡ് ഓപ്പറേറ്റർ ആൻഡ് ഗേറ്റ് എന്താ പറയുന്നത്? ദ ആൻഡ് ഓപ്പറേറ്റർ പെർഫോംസ് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ദ സിമ്പിൾ യൂസ്ഡ് ഫോർ ദിസ് ഓപ്പറേഷൻ ഈസ് ഡോട്ട്. ആൻഡ് ഓപ്പറേറ്റർ എന്താ നമ്മൾ പറഞ്ഞു? ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. ആ മൾട്ടിപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്താ? ഡോട്ട്. അതിനെ ഡോട്ട് തന്നെയാണ് പറയാം. ഇനി ദ എക്സ്പ്രഷൻ എ ഡോട്ട് ബി ഈസ് റീഡ് ആസ് എ ആൻഡ് ബി.
അല്ലേ? എ ഡോട്ട് ബി എന്നൊരു എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ അതിനെ ശരിക്കും നമ്മൾ എന്ത് വായിക്കുക? എ ആൻഡ് ബി എന്നാണ് വായിക്കുക. കാരണം ആൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററിനെ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഡോട്ട് ആയതുകൊണ്ട് എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ ആൻഡ് ബി എന്നാണ് നമ്മൾ വായിക്കുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇഫ് എനി ഇൻപുട്ട് ഈസ് 0 ദ ഔട്ട്പുട്ട് വിൽ ബി 0. അതായത് ഓറിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓറിൽ എങ്ങനെയായിരുന്നു? ഒരു ഇൻപുട്ട് 1 ആയാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ആൻഡിൽ എങ്ങനെയാണ്? ഒരു ഇൻപുട്ട് 0 വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷനിൽ അങ്ങനെയല്ലേ? നമ്മൾ എന്തൊരു നമ്പറിനെയും 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. നമുക്ക് കുറേ നമ്പറുണ്ട്. 2 × 3 × 4 × 5 × 0 ഇൻറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്പർ ഉണ്ടെങ്കിലും ഒരു 0 അവിടെ വന്നാൽ നമുക്ക് എന്താ? ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെയും. അപ്പോൾ ആൻഡ് ഓപ്പറേഷനിൽ ഒരു ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ അവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ആൻഡിനും എന്തുണ്ട്? ട്രൂത്ത് ടേബിൾ ഉണ്ട്. അപ്പോൾ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് എയും ബിയും എ ഡോട്ട് ബിയും നമ്മൾ വരച്ചു. ടേബിൾ വരയ്ക്കുക. എ ബി എ ഡോട്ട് ബി. ഇനി വാല്യൂസ് എഴുതാം. 0 0 0 0 വന്നാൽ 0, 0യും 1ഉം വന്നാൽ 0, 1 സോറി 1ഉം 0യും വന്നാൽ 0, 1ഉം 1ഉം വന്നാൽ 1. ഇതാണ് ആൻഡ് ഓപ്പറേഷൻ്റെ ട്രൂത്ത് ടേബിൾ. അതായത് ആദ്യത്തെ നോക്കുക 0 0 0 0 ഇൻറ്റു ചെയ്താൽ 0, 0യും 1ഉം ഇൻറ്റു ചെയ്താൽ 0, 1ഉം 0യും ഇൻറ്റു ചെയ്താൽ 0. എപ്പോഴാണോ എല്ലാ കേസും 1 ആവുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് ആൻഡ് ഓപ്പറേഷനിൽ എന്ത് കിട്ടുള്ളൂ? 1 കിട്ടുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. എല്ലാ ഇൻപുട്ടുകളും 1 ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 1 ഔട്ട്പുട്ടായിട്ട് കിട്ടുള്ളൂ. അതാണ് ആൻഡ് ഓപ്പറേഷൻ. ഇനി ആൻഡ് ഓപ്പറേഷൻ്റെ ഗേറ്റ് എങ്ങനെ നോക്കാം? 2 ഇൻപുട്ട് എയും ബിയും. ഷേപ്പ് നോക്കുക. ഒരു ഡി ഷേപ്പാണ്. എന്നിട്ട് അവിടെ എന്ത് എഴുതുക? എ ഡോട്ട് ബി. ഇതാണ് ആൻഡ് ഓപ്പറേഷൻ്റെ ഗേറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോണത് നോട്ട് ഓപ്പറേറ്റർ ആൻഡ് നോട്ട് ഗേറ്റ്. ഇവിടെ നോക്കാം. ഇറ്റ് ഈസ് എ യൂണറി ഓപ്പറേറ്റർ ആൻഡ് ഹെൻസ് ഇറ്റ് റിക്വയർസ് ഓൺലി 1 ഓപ്പറാൻഡ്. നോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താ? ഒരു യൂണറി ഓപ്പറേറ്റർ ആണ്. യൂണറി ഓപ്പറേറ്റർ ആണ്. ആൻഡ് ഇറ്റ് ഹെൻസ് റിക്വയർസ് ഓൺലി 1 ഓപ്പറാൻഡ്. അല്ലേ? അതിനെന്താ? ഒരേ ഒരു ഓപ്പറാൻഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞു, എ ഡോട്ട് ബി എന്ന് പറഞ്ഞു. അതിലൊക്കെ എത്ര ഓപ്പറാൻഡ് ഉണ്ട്? 2 ഓപ്പറാൻഡ് ഉണ്ട്. ഓപ്പറാൻഡ് എന്ന് പറയുന്നത് എന്താ? ഇൻപുട്ടുകൾ. അപ്പോൾ നോട്ട് ഓപ്പറേറ്ററിൽ അപ്പോൾ എന്താ പറയുന്നത്? ഒരു ഓപ്പറാൻഡേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഒന്നുകിൽ എ മാത്രം അല്ലെങ്കിൽ ബി മാത്രം. അതിനെയാണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയാം. അപ്പോൾ എന്താ? നോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു യൂണറി ഓപ്പറേറ്റർ ആണ്. കാരണം എന്താ? ഒരു ഓപ്പറാൻഡ് മാത്രമേ നോട്ട് ഓപ്പറേഷനിൽ ഉണ്ടായിരിക്കുള്ളൂ. The not operator performs logical negation and the symbol used for this operation is over bar. നോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താ? ലോജിക്കൽ നെഗേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ആ ലോജിക്കൽ നെഗേഷനിൽ യൂസ് ചെയ്യുന്ന സിമ്പൽ എന്താണ്? ഓവർ ബാർ. ഓവർ ബാർ എന്ന് പറയുന്ന സിമ്പലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത്? ദ ഓപ്പറേഷൻ എ ഓവർ ബാർ ഈസ് റീഡ് ആസ് എ ബാർ ആൻഡ് ഓൾസോ ദ എക്സ്പ്രഷൻ എ ഡാഷ് ഈസ് റീഡ് ആസ് എ ഡാഷ്. അതായത് 2 രീതിക്ക് നമുക്ക് എഴുതാൻ പറ്റും. ഒന്നുകിൽ എ ഓവർ ബാർ എന്നും എഴുതാം, അല്ലെങ്കിൽ എ ഡാഷ് എന്നും എഴുതാം. രണ്ടും നോട്ട് ഓപ്പറേറ്ററാണ്. ഓപ്പറേഷനിൽ യൂസ് ചെയ്യുന്ന സിമ്പലുകളാണ്. ഇനി ഇഫ് ദ ഇൻപുട്ട് ഈസ് 0 ദ ഔട്ട്പുട്ട് വിൽ ബി 1 ആൻഡ് ഇഫ് ദ ഇൻപുട്ട് ഈസ് 1 ദ ഔട്ട്പുട്ട് വിൽ ബി 0. അല്ലേ? ലോജിക്കൽ നെഗേഷൻ ആയതുകൊണ്ട് ഒരു ഓപ്പറാൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ്. ഇൻപുട്ട് 0 ആയാൽ ഔട്ട്പുട്ട് 1, ഇൻപുട്ട് 1 ആയാൽ ഔട്ട്പുട്ട് 0. ഇതാണ് ലോജിക്കൽ നെഗേഷൻ അല്ലെങ്കിൽ നോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി നോട്ട് ഓപ്പറേറ്ററിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് നോക്കാം. അപ്പോൾ ട്രൂത്ത് ടേബിളിൽ നോക്കുക. ഒരു ഓപ്പറേറ്റർ മാത്രമേ ഉള്ളൂ അല്ലേ? ഒരു ഓപ്പറേൻറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ എന്താണ്? നമ്മൾ ടേബിൾ വരയ്ക്കാം, എഴുതാം. ഒരു ഓപ്പറേറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എ ഡാഷ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്ന വാല്യൂ 0 ആണെങ്കിൽ ഓവർ ബാർ എന്തായിരിക്കും? 1 ആയിരിക്കും. എ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എ ഓവർ ബാർ 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നോട്ട് ഓപ്പറേഷൻ. ഇനി നോട്ട് ഗേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഓപ്പറേറ്ററിലോ അല്ലേ? അപ്പോൾ എ എഴുതി. നോട്ടിൻ്റെ ഗേറ്റ്
A और पार्ट